ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലിമ സുൽത്താന സിനിമാ താരങ്ങൾക്ക് കഞ്ചാവ് നൽകിയെന്ന മൊഴിയിൽ ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും എക്സൈസ് നോട്ടീസ് അയക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാകും നോട്ടീസ് കൊടുക്കുക. തസ്ലിമ സുൽത്താനയും താരങ്ങളുമായുള്ള ചാറ്റുകൾ എക്സൈസ് വകുപ്പിന് കിട്ടി. സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് കേസെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ 24 പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MDMA-യേക്കാൾ മാരകമാണ് ഈ സാധനം. അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള എന്ത് തെളിവാണുള്ളതെന്ന് നമുക്ക് സയൻറ്റിഫിക് എവിഡൻസും കൂടി വേണം. അത് കിട്ടിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടീസ് അയച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യും. മൊബൈൽ ഫോണും മറ്റ് CDR-ഉം ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ശാസ്ത്രീയ തെളിവ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സിനിമാ മേഖലയായിട്ട് 7-8 വർഷത്തെ ബന്ധമുണ്ട്. ഏതൊക്കെയോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. മനീഷ് മൊഹിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, ശരിക്കും ഈ സിനിമാ താരങ്ങൾക്കൊക്കെ ഇത് സപ്ലൈ ചെയ്യുന്നതിൽ ഇവർക്ക് റോളുണ്ട് എന്നാണ് എക്സൈസ് പറഞ്ഞു വയ്ക്കുന്നത്? ഗുഡ് മോർണിംഗ് SKN. അതായത് ഈ സിനിമാ മേഖലയിൽ വർഷങ്ങളായി ഇവരുണ്ട്. ഇവർ ഏകദേശം 8 വർഷമായി സിനിമാ മേഖലയിലുണ്ട്. ഹൈദരാബാദ്, ചെന്നൈ, എറണാകുളം തുടങ്ങിയ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഈ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നത്, പുതിയ രാസലഹരി ഒപ്പം തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു പെട്ലറാണ് ഈ തസ്ലീമ സുൽത്താന എന്നാണ് നിലവിൽ എക്സൈസ് അറിയിക്കുന്നത്. ഇവർ പേര് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പേര് 2 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്റ്റീന എന്ന പേരിലേക്ക് ഇവർ മാറ്റി ഒരു പുനർവിവാഹം നടത്തിയതിന്റെ പേരിലാണ് പിന്നീട് പേര് മാറ്റിയത്. 6 വർഷങ്ങൾക്ക് മുൻപ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ, അതായത് പോക്സോ കേസിൽ ആ പെൺകുട്ടിയെ അവിടെ എത്തിച്ചു നൽകിയത് ഇവരായിരുന്നു. അന്ന് ആ കേസിലെ 4ാം പ്രതിയായിരുന്നു ഇവർ. അന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ് ഈ ക്രിസ്റ്റീന. പിന്നീടാണ് പുനർവിവാഹം കഴിക്കുകയും അതിനുശേഷം പേര് മാറ്റി ഈ തസ്ലീമ സുൽത്താൻ എന്ന പേര് മാറ്റി ക്രിസ്റ്റീന എന്ന പേരിൽ അറിയപ്പെടുകയും എറണാകുളത്ത് ഈ ക്രിസ്റ്റീന എന്ന പേരിൽ ഒരു മസാജ് സെന്റർ കൂടിയുണ്ട്. ഈ മസാജ് സെന്ററിന്റെ മറവിലാണ് ഇത്തരത്തിൽ MDMA രാസലഹരിയും ഒപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവും ഇവർ വിതരണം ചെയ്യുന്നത്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് എവിടെ നിന്ന് എത്തിച്ചു എന്നുള്ള ഇതിന്റെ സോഴ്സ് ഇപ്പോഴും ഇവർ വ്യക്തമാക്കിയിട്ടില്ല. ഇവർക്ക് പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്, വൻ ഉന്നതന്മാരുണ്ട് എന്നുള്ള കാര്യം എന്താണെങ്കിലും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവർ പിടിക്കപ്പെട്ടാലും ഈ ഇത്തരം പേര് വിവരങ്ങൾ പറയാതിരിക്കാൻ അത്തരം തെളിവുകളൊക്കെ തന്നെ ഫോണിൽ നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറയുന്നത്. ഇവരുടെ ഫോൺ വിശദമായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഇത് എവിടെ നിന്ന് എത്തിച്ചു എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കൂ. ഇന്ത്യൻ വിത്തുകൾ, അതായത് കഞ്ചാവിന്റെ ഇന്ത്യൻ ആഫ്രിക്കൻ വിത്തുകൾ 2 കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടാക്കുന്നത്. വെളിച്ചം കൃത്രിമമായ വെളിച്ചം ഒപ്പം തന്നെ ഇരുട്ടുള്ള മുറിയിൽ മാത്രമായിരിക്കും ഇത് കൃഷി ചെയ്യുക. അങ്ങനെ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുക്കുന്ന ഈ ഹൈബ്രിഡ് കഞ്ചാവിന് സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് ലഹരിയുണ്ട്. MDMA-യേക്കാൾ വലിയ അപകടകാരിയാണ്. പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ ഈ വലിക്കണമെന്ന് ഉറപ്പുള്ള ആളുകൾ, അതായത് വലിച്ചാൽ മാത്രം ലഹരി കിട്ടും, കഞ്ചാവിന്റെ ലഹരി ശീലമാക്കിയ ആളുകൾ ഈ MDMA-ക്ക് പകരം ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ്. ഇവരെ സംബന്ധിച്ച് ഈ ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നുവെങ്കിലും ഇവർ ആർക്കൊക്കെ ഇത് വിതരണം ചെയ്തു എന്ന കൃത്യമായ വിവരം ഇപ്പോഴും എക്സൈസിന് ലഭ്യമായിട്ടില്ല. ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ഇത് വിതരണം ചെയ്തു എന്ന് ആദ്യം ഇവർ മൊഴി നൽകി. പിന്നെ ഇവരുടെ ഫോണിൽ നിന്നും ഇവരുമായി നടത്തിയ ചാറ്റ് സംഭാഷണങ്ങളൊക്കെ തന്നെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ പരിശോധന നടത്തി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നടന്മാരുമായി അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലെ ആളുകളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത്, എവിടെയൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്, എത്ര രൂപയ്ക്കാണ് വിതരണം ചെയ്തത്, ഒപ്പം തന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് ഇവർ കഴിഞ്ഞ ദിവസം ആലപ്പുഴ മാരാരിക്കുളത്തേക്ക് എത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്ത് എത്തിയ ശേഷം അവിടെ നിന്ന് നടന്മാർക്ക് ഈ ലഹരി കൊടുത്തു എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവർക്ക് ലഹരി തന്നത് കൊറിയർ വഴി ഏതൊരു അജ്ഞാത സംഘം അവർക്ക് പണം ഓൺലൈൻ മാർഗം അയച്ചു കൊടുത്തപ്പോൾ അജ്ഞാത സംഘം അയച്ചു തന്നു എന്നുള്ള മൊഴിയാണ് ഇവർ എക്സൈസ് നൽകിയിട്ടുള്ളത്. ഇത് പോലീസ് അല്ലെങ്കിൽ എക്സൈസ് വിശ്വാസത്തിലെടുത്തില്ല. ഒപ്പം തന്നെ ഇവർക്ക് സെക്സ് റാക്കറ്റുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ള തെളിവ് ഇതിനോടൊപ്പം തന്നെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അത് എക്സൈസിന്റെ പരിധിയിൽ വരുന്നതല്ലാത്തത് കൊണ്ട് തന്നെ പോലീസിന് അത്തരം വിവരങ്ങൾ നിലവിൽ എക്സൈസ് കൈമാറും. ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടും ചില നടന്മാർക്കും ഈ ക്രിസ്റ്റീനയുമായി ബന്ധമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം, ഇവർ ഈ മാരാരിക്കുളത്തെ റിസോർട്ടിൽ ഇത്രയും വലിയ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തുമ്പോൾ ഇവരുടെ കൂടെ ഭർത്താവും 2 കുട്ടികളും മൈനറായിട്ട് 18 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളുമായിട്ടാണ് ഇവർ ആലപ്പുഴയിലെ മാരാരിക്കുളത്തെ റിസോർട്ടിൽ എത്തിയതും ഈ ഇത്രയും വിലയുള്ള 2 കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് വിൽക്കാൻ വേണ്ടി എത്തിയതും. അതിനുവേണ്ടി ഇവരെ സഹായിച്ചതാണ് ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ്. അങ്ങനെ ഇത്രയും വലിയ ഒരു വിപണനം ഇവർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, എറണാകുളം തുടങ്ങിയ മേഖല നടത്തുന്നുണ്ട്. ഇവർ സിനിമാ മേഖലയിൽ ഒരു ട്രാൻസ്ലേറ്റർ ആണ് എന്ന രീതിയിലാണ്, അതായത് തെലുങ്ക്, കന്നഡ സിനിമകളൊക്കെ തന്നെ മലയാളത്തിൽ
മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണെന്ന രീതിയിലാണ് ഇവർ പല സ്ഥലത്തും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇവർക്ക് നിലവിൽ ക്രിസ്റ്റീന എന്ന പേരിൽ എറണാകുളത്ത് ഒരു മസാജ് സെന്റർ കൂടിയുണ്ട്. ഇവർക്ക് വേണ്ടി നാളെ എക്സൈസ് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. ആ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് ഇവരെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അല്ലെങ്കിൽ അവരെ നേരിട്ടെത്തി ഹാജരാകാൻ ഇവരെ ചോദ്യം ചെയ്യാനായി എക്സൈസ് നോട്ടീസ് കൂടി നൽകും. SKN മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ഈ മാരകമായ രാസലഹരിയാണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന MDMA-യേക്കാൾ കൂടുതൽ വിഷവിത്താണത്. അതിൻ്റെ ഒരുപക്ഷെ ഇത്തരം ലഹരി മരുന്ന്, ഇത്തരം സിന്തറ്റിക് ലഹരി ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ തന്നെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹൈബ്രിഡ് കഞ്ചാവ് നിരന്തരം ഉപയോഗിക്കുന്ന ആളിൻ്റെ ആയുസ് വളരെ കുറഞ്ഞു കിട്ടും. 7 കൊല്ലം മുതൽ 12 കൊല്ലം വരെയാണ് സാധാരണ ഇതിൽ MDMA ഉപയോഗിക്കുന്ന ഒരാളിൻ്റെ ആയുസെങ്കിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവിനെ അതിലും കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വലിയ അപകടം പിടിച്ച മാരക വിപത്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്. ഇപ്പോൾ മനീഷ് മഹിബാൽ തുടരുകയാണ്. മനീഷ് മഹിബാൽ, മറ്റ് സിനിമാക്കാരെ കുറിച്ച് ചില ആളുകളെ കുറിച്ചൊക്കെ കുറച്ചു കാലമായി എക്സൈസ് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ സിനിമാക്കാരിലേക്ക് അന്വേഷണം പോകുമെന്നാണോ പറയുന്നത്? സിനിമാ മേഖലയിൽ SKN ഇത്തരം ആരോപണങ്ങൾ നേരത്തെയും ഷൈൻ ടോം ചാക്കോയ്ക്കും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിക്കെതിരെയും ഉണ്ടായിരുന്നു. അന്ന് ഇവർക്കെതിരെ ഈ ലഹരി ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ വിവരങ്ങൾ പിന്നീട് സുതാര്യമായി പുറത്തു വരാത്തതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കും സാങ്കേതികമായി ഇവരുടെ പേര് പോലും പുറത്തു പറയുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. സിനിമാ മേഖലയിലെ നടന്മാരെന്ന് മാത്രമാണ് ഇപ്പോഴും എക്സൈസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. അവരൊരിക്കലും ഇത്തരം പേരുകൾ ഒന്നും പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അവരുടെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇവർ പുറത്തുവിടുന്നില്ല. പക്ഷേ ഇത്രയും വലിയ അളവിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് സമീപകാലത്ത് ആദ്യ സംഭവമാണ്. നേരത്തെയൊക്കെ തന്നെ സ്വർണവും വെള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എയർപോർട്ടിൽ നിന്ന് പിടികൂടുന്ന സമയത്ത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൂടി എയർപോർട്ടിൽ നിന്ന് സാധാരണയായി പിടികൂടാറുണ്ട്. പക്ഷേ എയർപോർട്ടിന് പുറത്ത് നിന്ന്, വിമാനത്താവളത്തിന് പുറത്ത് നിന്നൊരു സ്ഥലത്ത് നിന്നും ഇത്രയും വലിയ അളവിൽ, അതായത് ഒരു പൊതിക്ക് 10,000 രൂപ വില വരും. സാധാരണ കഞ്ചാവ് ഒരു പൊതിക്ക് ഒരു പാക്കിന് 500 രൂപ വില വരുന്ന സ്ഥാനത്ത് ഇതിന് 10,000 രൂപ വില വരും. ഏകദേശം കഞ്ചാവ് ഉപയോഗിച്ചാൽ 2, 3, 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ലഹരി ഇതാണെങ്കിൽ 2-2.5 ദിവസത്തോളം നീണ്ടു നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒപ്പം തന്നെ ഇത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇത് കൃഷി ചെയ്യുന്നതെന്നാണ് ഏറ്റവും പ്രത്യേകത. ഇതും ഇന്ത്യയിൽ എവിടെയും ഇതിന് കൃഷിയില്ല. തായ്ലൻഡ് തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയും കൃഷി ചെയ്യാത്ത ഇത്തരത്തിലുള്ള കഞ്ചാവ് എങ്ങനെ ഈ രീതിയിൽ സുലഭമായി നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ അന്വേഷണം നടക്കുന്നുണ്ട്. വിദേശത്ത് നിന്നും എന്താണെങ്കിലും വിമാനമാർഗം മാത്രമായിരിക്കും ഇത് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന്റെ സോഴ്സ് സംബന്ധിച്ച് ഇതുവരെയും അത്തരം വിവരങ്ങൾ വ്യക്തമാക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവർ പിടികൂടുകയാണെങ്കിൽ തന്നെ, ഇവരെ എപ്പോഴെങ്കിലും ഭാവിയിൽ പിടികൂടുകയാണെങ്കിൽ എങ്ങനെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഈ സോഴ്സ് വെളിപ്പെടുത്താത്ത രീതിയിൽ മൊഴി കൊടുക്കാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെ രഹസ്യമായി സൂക്ഷിക്കാമെന്ന് നേരത്തെ തന്നെ ഇവർ സ്റ്റഡീഡാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ ഇപ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥരോട് ഇവർ വ്യക്തമാക്കിയിട്ടില്ല. ഇതിന്റെ അന്വേഷണ ചുമതല ആലപ്പുഴ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറായിട്ടുള്ള വിനോദ് കുമാറിനാണ്. വിനോദ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയും എറണാകുളത്തും തൃശ്ശൂരും സഞ്ചരിച്ച് അവിടെ എത്തി ഇവർ വന്നിട്ടുള്ള വഴികളിലൊക്കെ തന്നെ എവിടെയൊക്കെ കഞ്ചാവ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ഫോൺ, ഈ രണ്ടുപേരുടെ, അതായത് ഇവരുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസിന്റെ ഫോണും ഒപ്പം തന്നെ ഈ തസ്ലീമ സുൽത്താനയുടെ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഇവർ ആരൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് എത്ര രൂപയ്ക്ക് ഇത് വിപണനം നടത്തിയെന്നുള്ള കാര്യം അറിയുന്നു. ഒപ്പം തന്നെ ഇവർ ഗൂഗിൾ പേ വഴിയല്ല ഈ ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളതെന്ന് കൂടി പോലീസിന് ഈ എക്സൈസിന് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ അതിനകത്ത് അത്തരം ട്രാൻസാക്ഷൻ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. മറ്റാർക്കോ അയച്ചു കൊടുത്ത് ആ രീതിയിലാണ് പണം ക്രയവിക്രയം നടത്തിയിട്ടുള്ളതെന്നാണ് എക്സൈസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ കസ്റ്റഡി അപേക്ഷ നൽകുക. ഒപ്പം തന്നെ ഈ സിനിമാ മേഖലയിലെ കൂടുതൽ ആളുകൾക്ക് എങ്ങനെ പങ്കുവന്നു, കാരണം ഇവർ എറണാകുളത്തെ ഒരു മസാജ് സെന്ററുമായി ബന്ധപ്പെട്ട് കൂടി പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സെക്സ് റാക്കറ്റുമായി കൂടി ബന്ധമുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഒരു പോക്സോ കേസിലെ പ്രതി കൂടിയാണ് ഈ ക്രിസ്റ്റീന. അതുകൊണ്ട് സിനിമാ മേഖലയിലെ നടന്മാർക്കും ഇവരുമായി ലഹരി ഇടപാടുകൾ മാത്രമാണോ, അതോ ലഹരി ഇടപാടുകൾക്കപ്പുറം സെക്സ് റാക്കറ്റുമായി കൂടി ചില നടന്മാർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും 2 ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് എത്തിയ സമയത്ത് ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുമായി അവരുടെ ഒപ്പം ഇരുന്ന് ലഹരി ഉപയോഗിച്ചു എന്നാണ് പോലീസ് അല്ലെങ്കിൽ എക്സൈസിന് മൊഴി കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായി ഇവർ പറയുന്ന മൊഴി എക്സൈസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെങ്കിലും ഇവരുടെ ഫോൺ രേഖകളിൽ നിന്നും എന്താണെങ്കിലും ഈ നടന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. SKN
സുരേഷ് മൊഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് മുൻപും സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ആലപ്പുഴയിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കഞ്ചാവ് പിടിക്കുന്നത്. ഈ മാരകമായ ഈ വസ്തു നമ്മുടെ ചലച്ചിത്ര ലോകത്തെ ചില ആളുകളിലേക്കും പടരുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്നലെ വന്നത്. ഒരുപക്ഷേ ഇവരെയൊക്കെ തന്നെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇനി ആരുടെയൊക്കെ പേരുകൾ ഇതിൽ ഉയർന്നു വരും എന്നറിയില്ല. എന്തായാലും ഈ കഞ്ചാവിന് നമ്മുടെ തലച്ചോറിനെ വളർത്താൻ കഴിയും എന്നൊരു ധാരണാപേശ കലാകാരന്മാർക്കിടയിൽ പ്രചരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കുന്ന പല ആളുകളും അവരുടെ അഭിനയം പുറത്തെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഈ കഞ്ചാവാണ് എന്ന് തുറന്നു പറയുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ അറിയപ്പെട്ട പല താരങ്ങളും കഞ്ചാവിൻ്റെ ആരാധകരാണെന്ന് അറിയുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകുന്നു. അപ്പോൾ അവരുടെയൊക്കെ പേര് നമുക്ക് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവരൊക്കെ അതിൽ നിന്ന് പിന്മാറണം. കാരണം അവരൊക്കെ സ്ക്രീനിൽ തെളിയുന്ന മോഡൽ ഫിഗറുകളാണ്. അവരുടെ റോൾ മോഡൽ ആയിട്ട് ഒരുപാട് പ്രേക്ഷകർ അവരെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരാധന കലർന്ന് പ്രേക്ഷകർ അവരെ സ്വീകരിക്കുമ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകൾ പരത്തുന്ന അബദ്ധജടിലമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നുകൂടി നമുക്ക് ഇത്തരം ആൾക്കാരോട് പറയാനുണ്ട്.